ഇന്നലെ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ സോളിഡാരിറ്റിയും SIOയും കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയ മാർച്ച് ഒരു പകൽ കഴിഞ്ഞപ്പോൾ വലിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാർ പാസാക്കിയ ഒരു നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിൽ അവർ ഉയർത്തിപ്പിടിച്ചത് മുസ്ലിം ബ്രദർഹുഡിന്റെ അടക്കം തീവ്ര രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റ് നേതാക്കളുടെ ചിത്രങ്ങളായിരുന്നു. ഈജിപ്ത് പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിച്ച് തൂക്കിലേറ്റിയ മുസ്ലിം ബ്രദർഹുഡ് നേതാവിനോട് ജമാഅത്തെ ഇസ്ലാമിക്ക് ആരാധന തോന്നുന്നത് എങ്ങനെയാണ്? കാരണം എന്തായാലും ഒരു ജനകീയ സമരത്തിലേക്ക് അങ്ങനെ ഒരു ആരാധനയെ ചേർത്ത് വെക്കേണ്ട കാര്യം എന്താണ്? RDX പരിശോധിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ബ്രദർഹുഡും തമ്മിൽ എന്താണ്? അതിനു മുമ്പ് RDX റാപ്പ്. ഇന്നലെ കരിപ്പൂരിൽ നടന്നതെന്തെന്ന് 59 സെക്കൻഡ്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സോളിഡാരിറ്റി SIO പ്രവർത്തകർ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയ മാർച്ചിൽ ഉയർന്നത് തീവ്ര ഇസ്ലാമിസ്റ്റ് നേതാക്കളുടെ അടക്കം ചിത്രങ്ങൾ. ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകൻ ഇമാം ഹസനുൽ ബന്ന, നേതാവ് സയ്യിദ് ഖുതുബ്, ഹമാസ് നേതാക്കളായ അഹമ്മദ് യാസിൻ, യഹ്യ സിൻവാർ എന്നിവരുടെ ചിത്രങ്ങളാണ് SIO സോളിഡാരിറ്റി പ്രവർത്തകർ ഉയർത്തിയത്. മുസ്ലിം ബ്രദർഹുഡ് നേതാവ് സയ്യിദ് ഖുതുബിന്റെ ചിത്രം ഉയർത്തിയതിലാണ് രൂക്ഷ വിമർശനം. അൽ ഖ്വയ്ദയടക്കം തീവ്രവാദ സംഘടനകൾക്ക് പ്രചോദനമായ നേതാവാണ് സയ്യിദ് ഖുതുബ്. വഖഫ് ഭേദഗതിക്കെതിരായ സമരത്തിൽ ഈജിപ്ഷ്യൻ മുൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസറിനെ വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട സയ്യിദ് ഖുതുബിന് എന്താണ് കാര്യമെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം. സമരത്തിൽ തീവ്രവാദ ആശയങ്ങൾ ഉയർത്തിയ നേതാവിന്റെ ചിത്രമുയർത്തി ജമാഅത്തെ ഇസ്ലാമി സഹായിക്കുന്നത് ആരെയാണെന്ന് ഇടത് ഹാൻഡിലുകളടക്കം ചോദിക്കുന്നു. സാമൂഹിക നീതിയിൽ നിന്ന് മുസ്ലിം തീവ്രവാദത്തിലേക്ക് ചർച്ചയെ തിരിച്ചുവിടുന്നുവെന്നാണ് വിമർശനം. RDX റാപ്പ്, ന്യൂസ് മലയാളം. വളരെ വിശദമായിട്ട് പരിശോധിക്കേണ്ടതാണ്. മുസ്ലിം ബ്രദർഹുഡ് എന്താണ്, ഈ നേതാക്കൾ ആരാണ്, ജമാഅത്തെ ഇസ്ലാമി എന്താണ് എന്നൊക്കെ പരിശോധിച്ച് വരണം. SIO ഉയർത്തിയ ചിത്രങ്ങൾ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകൻ ഇമാം ഹസനുൽ ബന്ന, നേതാവ് സയ്യിദ് ഖുതൂബ് എന്നിവരുടേതാണ്. ഹമാസ് നേതാക്കളായ അഹമ്മദ് യാസിൻ, യഹ്യ സിൻവാർ എന്നിവരുടെയും ചിത്രങ്ങൾ അവർ ഉയർത്തിയിരുന്നു. ഈ സമരത്തിൽ ഹമാസ് ഗാസ നിയന്ത്രിക്കുന്ന സൈനിക രാഷ്ട്രീയ കക്ഷിയാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഹമാസ് ഇന്ത്യയിൽ നിരോധിത സംഘടനയല്ല. അതുകൊണ്ട് തന്നെ ആ ഉയർത്തിയ നേതാക്കളെ മുസ്ലിം ബ്രദർഹുഡ് പക്ഷേ അങ്ങനെയല്ല. ഇസ്ലാമിക രാജ്യങ്ങളിലടക്കം നിരോധിത സംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ്. വിവാദം തീവ്ര ഇസ്ലാമിസ്റ്റ് നേതാവ് സയ്യിദ് ഖുതൂബിന്റെ ചിത്രം ഉയർത്തിയതിലാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉയർന്നു വന്നത്. ഈ ഹമാസ് നേതാവിൻ്റെ കാര്യത്തിൽ അല്ല, നേതാക്കളുടെ കാര്യത്തിലല്ല. ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് സംഘടനയുടെ നേതാവാണ് സയ്യിദ് ഖുതൂബ്. അദ്ദേഹത്തിൻ്റെ പടമാണ് ഉയർത്തിയത്. എഴുത്തുകാരൻ, വിമർശകൻ, വിപ്ലവകാരി എന്നീ നിലകളിലാണ് ഇസ്ലാമിസ്റ്റുകൾക്കിടയിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. ഇഖ്വാൻ മുഖപത്രത്തിൻ്റെ ചീഫ് എഡിറ്ററായിരുന്നു സയ്യിദ് ഖുതൂബ്. ഈജിപ്ത് പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് 1966 തൂക്കിക്കൊല്ലുകയായിരുന്നു അദ്ദേഹത്തെ. എന്താണ് മുസ്ലിം ബ്രദർഹുഡ് എന്നുകൂടെ പരിശോധിക്കണം. അറബ് ലോകത്തെ ഏറ്റവും പഴക്കമുള്ള രാഷ്ട്രീയ ഇസ്ലാമിക സംഘടനയാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് സംഘടനയാണ്. ചില രാജ്യങ്ങളിൽ ഔദ്യോഗിക പാർട്ടിയായി പ്രവർത്തിക്കാൻ അനുവാദമില്ല മുസ്ലിം ബ്രദർഹുഡിന് എന്നറിഞ്ഞിരിക്കണം. അവരുടെ പ്രവർത്തന പദ്ധതി 1928 ഈജിപ്തിലെ ഇസ്മായിലയിൽ സ്ഥാപിതമാവുകയായിരുന്നു. ഈ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപിച്ചത് ഇസ്ലാമിക പണ്ഡിതനായ ഹസനുൽ ബന്നയാണ്. സാമൂഹിക സേവനങ്ങളിലൂടെയാണ് സംഘടന ചുവടുറപ്പിച്ചത് എല്ലായിടത്തും. 1930കളിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ചുവട് മാറ്റി. പിന്നീട് സായുധ സംഘടന എന്ന നിലയിലാണ് പ്രവർത്തിച്ചത് ബ്രദർഹുഡ്. അവരുടെ പ്രവർത്തന പദ്ധതി നമുക്കറിയാം. ഇതോടെ ഈജിപ്ത് സർക്കാർ ഇവർക്കെതിരെ നടപടി തുടങ്ങി. സായുധ സംഘടനയായി പ്രവർത്തനം തുടങ്ങിയതോടെ ഈജിപ്ത് സർക്കാർ ഇവർക്കെതിരെ അതിശക്തമായുള്ള നടപടികൾ തുടങ്ങി. 1954 ഈജിപ്തിൽ മുസ്ലിം ബ്രദർഹുഡ് നിരോധിക്കപ്പെട്ടു. 54 തന്നെ നിരോധിക്കപ്പെട്ടു. ഓർക്കണം, നടപടി പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസറിനെ വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിനാണ്. വധശ്രമ കേസിൽ ബ്രദർഹുഡ് നേതാവ് സയ്യിദ് ഖുതൂബിനെ, നമ്മൾ ഈ കണ്ട ചിത്രത്തിലെ ഖുതൂബിനെ തൂക്കിക്കൊന്നു. 2003 റഷ്യൻ സുപ്രീം കോടതി തീവ്രവാദ സംഘടനയായി വിശേഷിപ്പിക്കുകയും നിരോധിക്കുകയും ചെയ്തു ബ്രദർഹുഡിനെ ആ രാജ്യത്ത്. പിന്നാലെ ബഹ്റിൻ, സിറിയ, സൗദി അറേബ്യ, UAE രാജ്യങ്ങളിലും നിരോധനം, മുസ്ലിം രാജ്യങ്ങളിലടക്കം നിരോധനം. 2021 ഓസ്ട്രിയൻ ഗവൺമെന്റും മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിച്ചു. നിരോധിച്ച പട്ടികയിൽ മുസ്ലിം രാജ്യങ്ങൾ തന്നെയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് എന്ത് ബന്ധമാണ് ബ്രദർഹുഡിന് എന്ന ചോദ്യം വരും. പ്രത്യക്ഷത്തിൽ ഇവർ തമ്മിൽ രാഷ്ട്രീയ ബന്ധമില്ല എന്നാണ് നമ്മൾ കാണുക. രാഷ്ട്രീയ ഇസ്ലാം ആശയധാരയിലെ രണ്ട് സംഘടനകൾ എന്ന ഒരു ബന്ധം വേണമെങ്കിൽ പറയാവുന്നേ ഉള്ളൂ. ഒരേ ആദർശമാണ്, ഒരേ പ്രത്യയശാസ്ത്രമാണ്, രണ്ട് പ്രയോഗശാസ്ത്രമാണ്. ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് പരമമായ ലക്ഷ്യം മുസ്ലിം ബ്രദർഹുഡിൻ്റേത്. രണ്ടുപേരുടെയും. RSSനും മുസ്ലിം ബ്രദർഹുഡിനും ഒരേ നയമാണെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ബ്രദർഹുഡിൻ്റെ മാതൃകയിലുള്ള രഹസ്യ സമൂഹമാണ് RSS എന്ന് അദ്ദേഹം RSSനെ വിമർശിക്കാനായിട്ട് ഇക്കാര്യം പറഞ്ഞിരുന്നു. അധികാരത്തിലെത്താൻ ജനാധിപത്യത്തെ ഉപയോഗിക്കുന്നു, പിന്നീട് അട്ടിമറിക്കുന്നു എന്നത് ബ്രദർഹുഡിനെ ചൂണ്ടിക്കാട്ടി RSSനെ വിമർശിച്ചു രാഹുലിൻ്റെ പരാമർശം ലണ്ടനിൽ സംഘടിപ്പിച്ച പ്രഭാഷണ പരമ്പരയിലായിരുന്നു. CPIM നിലപാട് മുസ്ലിം ബ്രദർഹുഡ്, IS, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്നിവർക്ക് ഒരേ ആശയമാണ് എന്ന വിമർശമാണ് CPIM എന്ന പാർട്ടിക്കുള്ളത്. അൽ ഖ്വയ്ദ, അൽ ഷബാബ് എന്നീ സംഘടനകളും ഇതിൽ പെടും എന്ന് CPIM പറയുന്നു. ജനാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥ തകർക്കാനുള്ള ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന് സ്വാധീനം വളർത്തുകയാണ് മുസ്ലിം ബ്രദർഹുഡ് ചെയ്യുന്നത്, ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത്. ഇതേ പ്രവർത്തനമാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നതെന്ന കഠിനമായുള്ള വിമർശം CPIMന് ജമാഅത്തെ ഇസ്ലാമിയോടുണ്ട്.
ഇതാണ് നമ്മുടെ മുന്നിലുള്ള വിവരങ്ങൾ. കുറേയേറെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അറിയാവുന്ന വിവരങ്ങളാണ്. നമ്മൾ അതൊന്ന് വിശദീകരിച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. എങ്ങനെ കാണണം ഇതിനെ? ഇത് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത് ഈ സമരത്തിൽ ഖുത്തുബിൻ്റെ പടം വന്നു എന്നതാണ്. ഹമാസിൻ്റെ നേതാക്കളുടെ പടം വന്നതിൽ കുറ്റം പറയാനൊന്നുമില്ല. പക്ഷേ ഖുത്തുബിൻ്റെ പടം വന്നാൽ ഒരു പ്രശ്നമുണ്ട് അവിടെ, അല്ലേ? അതെ, അതിലൊരു സാധാരണ ഇത്തരം വിവരങ്ങൾ, ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയരുമ്പോൾ, അതായത് ഇത്തരത്തിൽ മൗദൂദിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ബംഗ്ലാദേശിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ ഉയരുമ്പോൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനകളെല്ലാം, ജമാഅത്തെ ഇസ്ലാമിയായിട്ട് സോളിഡാരിറ്റി ആവട്ടെ, SIO, GIO, അങ്ങനെ ഈ സംഘടനകളെല്ലാവരും ഉയർത്തുന്ന ഒരു പ്രതിരോധം എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഈ പോൾപോട്ട് എന്തെല്ലാം കമ്മ്യൂണിസ്റ്റ് ആണെന്നാണല്ലോ പറയുന്നത്, എന്തെല്ലാം അക്രമം കാണിച്ചിട്ടുണ്ട്, ഇത്ര ആളെ കൊന്നൊടുക്കിയിട്ടുണ്ട്, അതിനെല്ലാം ഉത്തരവാദിത്വം പിണറായി വിജയൻ പറയണോ? പോൾപോട്ടും കമ്മ്യൂണിസ്റ്റാണ്, പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റാണ് എന്നുള്ളത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോൾപോട്ടിൻ്റെ ചിത്രവും പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ ഇവിടെ ഒരു പ്രകടനം നടത്തിയാൽ അതിലൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഈ ചിത്രത്തിലും തോന്നുന്നത്. ഇപ്പോൾ സയ്യിദ് ഖുത്തുബിനെ അനുകൂലിക്കുന്ന ഇപ്പോൾ ഒട്ടേറെ ലേഖനങ്ങൾ പിന്നീട് വന്നിട്ടുണ്ട്. ചരിത്രകാരന്മാർ തന്നെ ആ നിലയ്ക്കൊക്കെ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ജോൺ കൾവർട്ടിൻ്റെയൊക്കെ ഇവർ സ്ഥിരമായി എടുത്തുപയോഗിക്കുന്ന ചില സംഗതികളുണ്ട്. അതിലൊക്കെ പറയുന്നത് ഇദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഇതൊന്നും ഇങ്ങനെ തീവ്ര ആശയത്തിൽ തീവ്രവാദ സംഘടനകൾ ഏറ്റെടുത്ത് പ്രയോഗിക്കാൻ വേണ്ടി എഴുതി വെച്ചതായിരുന്നില്ല എന്ന് പറയും. പക്ഷേ എഴുതി വെച്ച സംഗതിയൊക്കെ ഒരു തീവ്രവാദ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ അതിൻ്റെ അടിസ്ഥാന ആശയമായി എടുത്ത് അവതരിപ്പിക്കാൻ പോകുന്ന തീവ്ര വിഷമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതിപ്പോൾ ഇപ്പോഴാരൊക്കെയാണ് ഇതെടുത്ത് പ്രയോഗിക്കുന്നത്? ഇദ്ദേഹത്തിൻ്റെ സയ്യിദ് ഖുത്തുബിൻ്റെ ടെക്സ്റ്റ് എടുത്ത് അവരുടെ ആശയമായി പ്രചരിപ്പിക്കുന്ന സംഘടനകൾ നിലവിൽ ഏതൊക്കെയാണ്? അത് നോക്കുമ്പോൾ അൽ ഖ്വയ്ദയുണ്ട്, ISIS ഉണ്ട്, മുസ്ലിം ബ്രദർഹുഡ് ഉണ്ട്, ബൊക്കോ ഹറാം ഉണ്ട്. ഇങ്ങനെയുള്ള സംഘടനകളുടെ എല്ലാം ആശയവും ആവേശവുമാണ് ഇദ്ദേഹം. അപ്പോൾ അങ്ങനെയൊരു വ്യക്തിയെ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് എന്തിനാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഈ നടക്കുന്ന വിഷയത്തിൽ, ഈ സമരത്തിൽ, അതായത് കോഴിക്കോട്, ഇത് ഇന്ത്യയിൽ ഏതെല്ലാം എയർപോർട്ടുകളുണ്ട്, വേറെ ഏതെങ്കിലും എയർപോർട്ടിൻ്റെ മുന്നിൽ പോയി ഈ സമരം ചെയ്യാൻ ഈ മട്ടിൽ ഇവർ തയ്യാറാവുന്നുണ്ടോ? അവരുടെ ഏറ്റവും വലിയ ദേശീയ നേതാക്കളെല്ലാവരും വന്ന് സംഘടിച്ച് സമരം ചെയ്തവിടെയാണ് ഈ പറയുന്ന മലപ്പുറത്തെ, അത് കോഴിക്കോട് എയർപോർട്ടൊന്നും വേറേ ഉള്ളൂ, മലപ്പുറത്ത് ഇരിക്കുന്ന എയർപോർട്ടാണല്ലോ. അതിൻ്റെ പേരിൽ തന്നെ കഴിഞ്ഞ കുറേ കാലം വലിയ തർക്കങ്ങളും സംഭാഷണങ്ങളും ചർച്ചകളും ഇവിടെ ഉണ്ടായതാണല്ലോ. അതായത് കേന്ദ്രത്തിൽ ഇപ്പോൾ സംഘപരിവാറിന് അല്ലെങ്കിൽ BJP സർക്കാരിന് വളരെ പെട്ടെന്ന് ഈ വിഷയത്തിൽ ഹുക്ക് ചെയ്യാൻ പറ്റും. ഈ വഖഫ് സമരത്തെ മൊത്തത്തിൽ ഇവർക്ക് എതിർക്കാനോ തള്ളിപ്പറയാനോ, അല്ലെങ്കിൽ ഇതിനെല്ലാം എന്താണ്ട് തീവ്രവാദ സംവിധാനമാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കാനോ കേന്ദ്ര സർക്കാരിന് വഴിയൊരുക്കി കൊടുക്കുന്ന ഒരു നീക്കമാണ് അവിടെ ഈ SIOയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഒരൊറ്റ ഈ ഇസ്ലാമിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ഏറ്റവും കൃത്യമായി, ഏറ്റവും തീവ്രമായി അവതരിപ്പിച്ചിട്ടുള്ള ആൾ എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയാണ്, സയ്യിദ് ഖുത്തുബ് തന്നെയാണ്. ഇപ്പോൾ മൗദൂദി കുറേ കൂടി ലളിതമായി, കുറേ കൂടി സമവായ ഭാഷയിലൊക്കെ അതിനെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും സയ്യിദ് ഖുത്തുബ് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. സയ്യിദ് ഖുത്തുബ് പറഞ്ഞ 2 പാർട്ടി എവിടെയുള്ളൂ, ഒന്ന് പടച്ചോൻ്റെ പാർട്ടിയും ഒന്ന് സാത്താൻ്റെ പാർട്ടിയും. പടച്ചോൻ്റെ പാർട്ടി എന്നുള്ളത് നമ്മളുടെ ഒപ്പം നിൽക്കുന്ന, അതായത് ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരെല്ലാവരും, അതാണ് പടച്ചോൻ്റെ പാർട്ടി. ബാക്കി മുഴുവൻ സാത്താൻ്റെ ആളുകളാണ്, ഇവരെ തീർത്ത് കളയേണ്ടതാണ് എന്നുള്ള നിലപാടായിരുന്നു സയ്യിദ് ഖുത്തുബിൻ്റേത്. വിദേശ ശക്തികളെ, അതായത് തീവ്രമായ പാശ്ചാത്യ വിരുദ്ധത, ആ പാശ്ചാത്യ വിരുദ്ധത കൊണ്ട് തന്നെ അവരെ എല്ലാം കായികമായി അട്ടിമറിക്കേണ്ടതാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്ന ആളാണ് സയ്യിദ് ഖുത്തുബ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഈ മട്ടിൽ അവതരിപ്പിക്കുന്നത് ശരിയല്ല. കാരണം ലോകം മുഴുവൻ ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന സംഘടനകളുടെ എല്ലാം പ്രചാരണ സാമഗ്രികൾ ഓരോ ഘട്ടത്തിൽ പിടിച്ചെടുക്കുമ്പോഴും അതിലെല്ലാം സയ്യിദ് ഖുത്തുബിൻ്റെ ടെക്സ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇതുവരെ കണ്ടെത്തി പോരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഈ മട്ടിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ 2 പേരും മൗദൂദിയും ഇത് സയ്യിദ് ഖുത്തുബും ഈ ജാഹിലിയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെ ഏറ്റവും തീവ്രമായി അവതരിപ്പിക്കുന്നത്, അതിനെ നടപ്പാക്കാൻ ഉള്ള ഒരു പ്രേരണയായി പ്രവർത്തിക്കുന്നത് എപ്പോഴും ഈ സയ്യിദ് ഖുത്തുബിൻ്റെ വാക്കുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒസാമ ബിൻ ലാദന്റെ പടം എടുത്ത് വെക്കുന്ന പോലെ തന്നെയാണ് പുസ്തകം എഴുതിയിട്ടില്ല. സയ്യിദ് ഖുത്തുബ് പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ പടം അയ്മൻ അൽ സവാഹിരിയൊക്കെ ഇദ്ദേഹത്തിന്റെ ടെക്സ്റ്റിനെ കുറിച്ച് ദീർഘദീർഘം എഴുതുകയും ഇത് തന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ വരുന്ന ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഇവരെ എതിർക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരെ എതിർക്കുന്ന ആളുകൾ ചോദിക്കുന്നത്, ഇവരെന്തുകൊണ്ട് കേരളത്തിൽ വന്ന് സമരം നടത്തുന്നു? വഖഫ് സമരം നടത്തുന്ന, അല്ലെ വഖഫ് സമരം RSSനും കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന BJPക്കും എതിരെയല്ലേ? അപ്പോൾ കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന BJPയും RSSും ഒക്കെയുള്ള സ്ഥലത്ത് ദേശീയ നേതാക്കളെ ഇങ്ങോട്ട് അവിടെ സമരം നടത്തിക്കൂടെ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനെ ഞാൻ നിഷേധിക്കില്ല. കാരണം സമരം നടത്താൻ സൗകര്യമുള്ള സ്ഥലത്ത് ആളുകൾ സമരം നടത്തും. ഇവിടെ സമരം ജനാധിപത്യപരമായിട്ട് നടത്തിയാൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ സമരം നടത്തിയ ആൾക്കാർക്ക് പിരിഞ്ഞു പോകാം. മറ്റുള്ള സ്ഥലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സമരം നടത്താൻ ചെന്നാൽ ഇതായിരിക്കില്ല ഒരുപക്ഷെ അവസ്ഥ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത വിധം തങ്ങളുടെ ധീരശൂരതയൊക്കെ ഒന്ന് പ്രകടിപ്പിച്ചൊരു സമരം നടത്താനുള്ള സ്ഥലമായിട്ട് ഇത് തിരഞ്ഞെടുത്തായിരിക്കാം. പക്ഷേ അവിടെ ഈ പടം വരുന്നതാണ് പ്രശ്നം. ഈ പടം വരുന്നത് എന്തിനാണ്? ഈ പടം വരുന്നത് ഈ പറയുന്ന ആളെ, ഖുത്തൂബിനെ, അയാളുടെ രാഷ്ട്രീയത്തെ
അറിയാത്ത ആളുകൾക്ക് മുന്നിലല്ലോ പ്രദർശിപ്പിക്കപ്പെടുന്നത്. വലിയ ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെ വിചാരിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ സമരഭടന്മാർ ഇത് മുന്നിലോട്ട് വെച്ചതാണല്ലോ. അതെന്തിനാണെന്ന് വെച്ചാൽ ആഘാതശേഷി, അത് ആളുകളെ കൊണ്ട് ചർച്ച ചെയ്യണം. അതാണ് സമരം ചെയ്യുക എന്ന് വെച്ചാൽ പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ മുഴുവൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കുഴപ്പമുണ്ട്, ഇവർ സമരം നടത്തിയിരുന്ന ആൾക്കാർ അറിയണം. ഇതിവരുടെ സ്ഥിരം പരിപാടിയാണ്. 2017 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, 2017 തന്നെയാണ് ഗെയിൽ പൈപ്പ് ലൈനെതിരെ സമരം നടത്തുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സമരം, വെൽഫെയർ പാർട്ടിയുടെ സമരം നടക്കുകയാണ്. അപ്പോൾ സമരത്തിൽ അതുവരെ ഞാൻ കേരളത്തിൽ കണ്ട ഒരു സമരത്തിലും കാണാത്തൊരു സംഭവം ഞാൻ കണ്ടു. എന്താണെന്ന് വെച്ചാൽ അവിടെ സമരസ്ഥലത്ത് പോലീസും സമരക്കാരും ഒക്കെ വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായപ്പോൾ അവിടെ നിസ്കരിക്കുകയാണ്. നിസ്കാരം എന്ന മതചര്യ ഒരു സമരരൂപമാക്കിയിട്ട് ഇവരങ്ങ് പ്രദർശിപ്പിച്ചു. എന്തൊരു അപകടകരമാണെന്ന് ആലോചിച്ചു. അതായത് പോലീസ് വയലൻ്റായിട്ട് നിൽക്കുന്നു. ആകെ ഗെയിൽ പൈപ്പ് ലൈൻ്റെ സമരം വർഷം ഓർമ്മയുണ്ടോ, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. വലിയ വൈബ്രൻ്റായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഈ നിസ്കാരം എന്നുള്ള മതചര്യ, വളരെ ബഹുമാന്യമായിട്ടുള്ള മതചര്യ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഒരു വടിയെടുത്ത് അടിക്കുകയോ ഒരു കല്ലെടുത്ത് എറിയുകയോ ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി ഉണ്ടാവുക നാട്ടിൽ? കേരളം പോലൊരു സ്ഥലത്ത് എന്താ ഉണ്ടാവുക? മീൻസ് അങ്ങനെ സംഭവിക്കാനേ പാടില്ലല്ലോ. അപ്പോൾ ഉത്തരവാദിത്തമില്ലായ്മ, ആഘാതശേഷിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാം സമരത്തോടൊപ്പം എന്ന് വിചാരിക്കുന്ന കൂട്ടരാണോ ഇവർ എന്ന് ആ ഘട്ടത്തിൽ തന്നെ വോക്കലായിട്ടില്ലെങ്കിലും സംശയിച്ച ആളാണ് ഞാൻ. എനിക്കിതുകൂടെ കണ്ടപ്പോൾ വെറുതെ സമരം, അതായത് വഖഫ് ബോർഡിനെതിരായിട്ടുള്ള സമരം മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നുണ്ട്. അങ്ങനെ അല്ലാത്ത ഒരുപാട് ജനാധിപത്യ സംഘടനക്കാർ നടത്തുന്നുണ്ട്, മതസംഘടനക്കാർ നടത്തുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമി അവരുടെ വ്യതിരിക്തമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, കുഴപ്പങ്ങൾ സരീഷ, കേരളത്തിൽ അതിൽ കൃത്യമായ താല്പര്യമുണ്ട്. അതായത് എല്ലായ്പ്പോഴും കഴിഞ്ഞ കുറേ കാലങ്ങളായി എന്താണ് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ആവർത്തിച്ച് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? പിണറായി വിജയൻ BJPയുടെ ഏജന്റാണ്, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ പോലീസ് തന്നെയാണ് കേരളത്തിലെ പോലീസ്. അതിനെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണ്, അത് കേന്ദ്രത്തിന് വേണ്ടി നിയന്ത്രിക്കുകയാണ്. ഇതൊരു നറേറ്റീവാണ്, അത് നിരന്തരമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ നറേറ്റീവിനെ കുറെ കൂടി സ്ഥാപിക്കാൻ വേണ്ട എന്തെങ്കിലും ഇവിടെ സാധ്യമാകുമോ എന്നുള്ള അന്വേഷണം കൂടി ഈ സമരത്തിൽ, ഈ വഖഫ് വിരുദ്ധ സമരത്തിൽ, വഖഫ് ബില്ലിനെതിരായ സമരത്തിൽ അവർ കണ്ടിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം കേരളത്തിലെ മുദ്രാവാക്യം അങ്ങനെ തന്നെയാണ്. മാത്രമല്ല ആ സമരത്തിൽ നടന്ന മുഴുവൻ, ആ സമരത്തിൽ ഉയർന്ന മുദ്രാവാക്യങ്ങൾ ബഹുഭൂരിപക്ഷം, അതായത് ആദ്യത്തെ ടിയർ ഗ്യാസ് പൊട്ടിയപ്പോൾ തന്നെ മുദ്രാവാക്യം എന്നുള്ളത് പിണറായി വിജയനെതിരെയായി മാറി. ബാക്കി എന്താ വെച്ചാൽ സംഘ് പിണറായി വിജയൻ എന്നുള്ള മട്ടിലേക്ക് ആ സമരത്തിലെ മുദ്രാവാക്യങ്ങൾ ഏതാണ്ട് സമ്പൂർണ്ണമായി മാറി. യഥാർത്ഥത്തിൽ സമരം നടക്കുന്നത് അതിനാണോ? പിന്നെ വേറൊരു കാര്യം, ഇവിടെ ലാത്തി ചാർജ് ഉണ്ടായി, പടക്കം പൊട്ടിച്ചു എന്നൊക്കെയുള്ളത് വലിയ പരാതിയായി ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോടതിയിൽ പോകേണ്ടി വന്നത് ഈ MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവരാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ പാർട്ടികളുടെ നേതാക്കന്മാരെല്ലാം, അതായത് കോൺഗ്രസിൻ്റെയും CPIM-ൻ്റെയും ഒക്കെ നേതാക്കന്മാർ വഴി തടഞ്ഞ് സമരം നടത്തിയാൽ കോടതിയിൽ പോയി നിൽക്കേണ്ട സാഹചര്യം ഉള്ള എയർപോർട്ടിന് മുന്നിൽ ആരാ സമരം നടന്നത്? എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകളുടെ മുമ്പിൽ ഏതെങ്കിലും സമരം നടന്നിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിനെതിരെയാണെങ്കിലും തീവണ്ടി തടയലൊക്കെ സമരം നേരത്തെ അനൗൺസ് ചെയ്തിട്ടൊക്കെ വലിയ തോതിൽ നടക്കാറുണ്ട്. ഈ എയർപോർട്ടിലൊക്കെ പോയി സമരം നടന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ല, അപ്പോൾ അതാണ് പറഞ്ഞത്. ആ നിലയ്ക്കുള്ള നടപടികൾ വരുമ്പോൾ അതിനെ വേറൊരു തരത്തിൽ രാഷ്ട്രീയമായി കേരളത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുമോ എന്നത് അതുകൊണ്ടാണ്. ഇരുതല മൂർച്ചയുള്ള ബാള് പോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വഖഫ് എന്ന വിഷയത്തിലേക്ക് പശ്ചിമേഷ്യയെ തീവ്രവാദത്തിലേക്ക് തള്ളിവിട്ടവരിൽ പ്രധാനിയായ സയ്യിദ് കുത്തുബിനെ ചേർത്ത് വെക്കുന്നത് അപകടം തന്നെയെന്ന് RDX ആവർത്തിക്കുന്നു. പ്രതിഷേധത്തിലൂടെയും സമരത്തിലൂടെയും ചർച്ചകളിലൂടെയും വസ്തുതകളുടെ തുറന്നുകാട്ടലിലൂടെയും അങ്ങനെ പല തലങ്ങളിൽ പ്രതികരിക്കേണ്ട ഒരു വിഷയമാണ് വഖഫ്. അവിടെ ഉയരേണ്ടത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് സൈദ്ധാന്തികരുടെ ചിത്രങ്ങളല്ല, അവരുടെ മുദ്രാവാക്യങ്ങളുമല്ല. അത് ഈ ജനകീയ പ്രശ്നത്തിന് നമ്മൾ ആരും ആഗ്രഹിക്കാത്ത തലവും വ്യാഖ്യാന സാധ്യതകളും കൊടുക്കുമെന്ന് RDX ഭയപ്പെടുന്നു.